പ്രിയദർശിനി സൗജന്യ യാത്രയിൽ നിന്ന് സർക്കാർ ജീവനക്കാരെ ഒഴിവാക്കണമെന്ന മുസ്ലിം ലീഗ് ബി പ്രമേയം. മുസ്ലിം ലീഗ് ഭരിക്കുന്ന മലപ്പുറം ഒതുക്കുങ്ങൽ പഞ്ചായത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. വിവരങ്ങളുമായി സ്വാലിഹ കൂടി ചേരുന്നു. സ്വാലിഹ, ഈ പദ്ധതി അടക്കം പുനഃപരിശോധിക്കണമെന്നാണ് പ്രമേയത്തിലെ പ്രധാന ആവശ്യം. മറ്റെന്തെല്ലാം ആവശ്യങ്ങളാണ് പ്രമേയത്തിൽ പറയുന്നത്? വിവരങ്ങൾ. UDFന്റെ ജനപ്രിയ പദ്ധതിയായി പറഞ്ഞിരുന്ന പ്രിയദർശിനി പദ്ധതിക്കെതിരെയാണ് ഇപ്പോൾ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് തന്നെ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒതുക്കുങ്ങൽ പഞ്ചായത്തിലാണ് ഇത്തരത്തിലൊരു പ്രമേയം ഉണ്ടായിരിക്കുന്നത്. അത് 23-ാം വാർഡിൽ നിന്നുള്ള അംഗം, മുസ്ലിം ലീഗിന്റെ അംഗം AK കമറുദ്ദീനാണ് ഇത്തരത്തിലൊരു പ്രമേയം കൊണ്ടുവന്നത്. ഇത് പുനഃപരിശോധിക്കണം, ഇത് സാമൂഹ്യ വിഭവങ്ങളുടെയും ഒരു തുല്യമായുള്ള വിതരണത്തിൽ ഇത് തെറ്റായ രീതിയിലാണ് നടക്കുന്നത്. അത് ആളുകളുടെ വരുമാനം, അവരുടെ ചെലവഴിക്കാനുള്ള കഴിവ്, ഇതെല്ലാം പരിശോധിച്ച് ഇത് തിരുത്തണം. പ്രത്യേകിച്ച് സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ പറ്റുന്നവർ, സർക്കാർ ജോലിയുള്ളവർ, അങ്ങനത്തെ ആളുകളെ ഇത്തരം ആനുകൂല്യങ്ങളിൽ നിന്ന് ഒഴിവാക്കണം. സ്ഥിര വരുമാനമുള്ളവർക്ക് ഈ സൗജന്യ യാത്ര നൽകേണ്ടതില്ല. അത് ഇക്കാര്യത്തിൽ ഒരു നയപരമായ തീരുമാനമെടുക്കാൻ UDFന് സാധിക്കണമെന്നാണ് ഈ പ്രമേയത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പദ്ധതി നടപ്പിലായതോടെ സ്വകാര്യ ബസ് മേഖല വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. നിരവധി ആളുകൾ ഈ സ്വകാര്യ ബസ് മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവരുണ്ട്. അവരുടെ സംഘടനകളൊക്കെ ഇക്കാര്യത്തിൽ പല ഘട്ടത്തിൽ പരാതി നൽകിയിട്ടുമുണ്ട്. അതെല്ലാം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നും ഈ പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായും സ്വാലിഹാണ് വിവരങ്ങളുമായി ചേർന്നത്.